ഹൈദരാബാദിൽ നിന്നും ഇൻഡിഗോ എയർലൈൻസിൽ ശ്രീനഗറിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് ഏതാണ്ട് 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ നാം ശ്രീനഗറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിമാനം താഴേക്ക് ലാൻഡിങ്ങിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീനഗറിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. എങ്ങും പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. മൂടൽമഞ്ഞും പച്ചപ്പും നയനമനോഹരമാണ്. ഇങ്ങനെ ഈ നയനമനോഹരമായ സ്വർഗതുല്യമായ ദൈവത്തിൻ്റെ നാട്ടിലേക്ക് നാം പറന്നിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ശ്രീനഗറിൻ്റെ ചരിത്രമാണ് കടന്നു പോകുന്നത്. ശ്രീനഗർ എന്ന പേരിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് പ്രധാനമായും 2 അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. സംസ്കൃത ഭാഷയിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത്. ശ്രീനഗർ എന്ന വാക്കിനെ ശ്രീ എന്നും നഗർ എന്നും 2ആയി തിരിക്കാം. ലക്ഷ്മി ദേവി അല്ലെങ്കിൽ ഐശ്വര്യം, സമ്പത്ത് എന്നൊക്കെയാണ് ഈ ശ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം. നഗർ അല്ലെങ്കിൽ നഗരം അല്ലെങ്കിൽ പട്ടണം എന്നത് ഇതിൻ്റെ 2ആം ഭാഗമാണ്. ഇതനുസരിച്ച് ശ്രീനഗർ എന്നാൽ ഐശ്വര്യത്തിൻ്റെ നഗരം, സിറ്റി ഓഫ് വെൽത്ത് ഓർ പ്രോസ്പെരിറ്റി എന്നാണ് അർത്ഥം. ചില പുരാതന രേഖകൾ പ്രകാരം ശ്രീ എന്നത് സൂര്യപ്രകാശത്തെയും സൂചിപ്പിക്കുന്നു. അതിനാൽ ഇതിനെ സൂര്യനഗരം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. BC 3-ാം നൂറ്റാണ്ടിൻ്റെ മൗര്യ ചക്രവർത്തിയായ അശോകനാണ് ഈ നഗരം സ്ഥാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം ഇതിനെ ശ്രീനഗരി എന്നാണ് വിളിച്ചിരുന്നത്. കാശ്മീരിൻ്റെ ചരിത്ര ഗ്രന്ഥമായ രാജതരംഗിണിയിൽ കൽഹണൻ ഈ നഗരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പഴയകാലത്ത് ഇന്നത്തെ ശ്രീനഗറിൽ നിന്ന് അല്പം മാറിയായിരുന്നു നഗരം സ്ഥിതി ചെയ്തിരുന്നത്. ലളിതാദിത്യ, മുക്ത, പീഡനെ പോലുള്ള രാജാക്കന്മാരുടെ കാലത്താണ് നഗരം ഇന്നത്തെ രീതിയിലേക്ക് വികസിച്ചത്. ശ്രീനഗർ ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനം കൂടിയാണ്. ദാൽ തടാകത്തിനും അതിലെ ഹൗസ് ബോട്ടുകൾക്കും ഈ നഗരം ലോകപ്രശസ്തവുമാണ്. സംസ്കൃതത്തിൽ ശ്രീ എന്നാൽ ലക്ഷ്മി എന്നും നഗർ എന്നാൽ നഗരം എന്നുമാണ് അർത്ഥം. അതുകൊണ്ട് ഇതിനെ നാം ഐശ്വര്യത്തിൻ്റെ നഗരം എന്ന് വിളിക്കാവുന്നതാണ്. എന്നാൽ ഈ നഗരത്തിൻ്റെ ചരിത്രം വളരെ പുരാതനവും സങ്കീർണവുമാണ്. ഇതിനെ പ്രധാനമായും 4 ഘട്ടങ്ങളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പുരാതന കാലം, അതായത് കൽഹണൻ്റെ രാജതരംഗിണിയിൽ വിമർശിക്കപ്പെടുന്ന കാലം. കാശ്മീരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ ഗ്രന്ഥമാണ് 12-ാം നൂറ്റാണ്ടിൽ കൽഹണൻ എഴുതിയ രാജതരംഗിണി. പുരാതന കാലത്ത് കാശ്മീർ ഒരു പ്രധാന ശൈവമത കേന്ദ്രമായിരുന്നു. അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതം ഇവിടെ ശക്തമായിരുന്നു. ലളിതാദിത്യ, മുക്തപീഡനെ പോലുള്ള പ്രതാപശാലികളായ ഹിന്ദു രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിരുന്നു എന്നതാണ് ചരിത്രം. രണ്ടാമത്തേത് മധ്യകാലം അഥവാ ഇസ്ലാമിക ഭരണമാണ്. 14-ാം നൂറ്റാണ്ടിൽ ഷാ മീർ കാശ്മീരിലെ ആദ്യത്തെ മുസ്ലിം ഭരണം സ്ഥാപിച്ചു. കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്ന അദ്ദേഹം കലയെയും സാഹിത്യവും ഏറെ പ്രോത്സാഹിപ്പിച്ച സൈനുൽ അബ്ദീനും ഇതേ കാലഘട്ടത്തിൽ ഈ നഗരത്തിൽ ജീവിച്ചിരുന്നയാളാണ്. 1586-ൽ അക്ബർ ചക്രവർത്തി കാശ്മീർ പിടിച്ചടക്കുകയുണ്ടായി. മുഗൾ രാജാക്കന്മാർക്ക് കാശ്മീർ ഒരു പ്രിയപ്പെട്ട വിശ്രമ കേന്ദ്രമായിരുന്നു. ഷാലിമാർ ബാഗ് ഇതിന് ഏറ്റവും മകുടമായ ഉദാഹരണമാണ്. പിന്നീട് അഫ്ഗാൻ ഭരണാധികാരികളും ഇവിടെ ഭരിച്ച ചരിത്രമുണ്ട്. 1846-ലെ അമൃത്സർ ഉടമ്പടി അനുസരിച്ച് 1-ാം ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ കാശ്മീർ താഴ്വര ഗുലാബ് സിംഗിന് വിറ്റു. ഇതോടെ ജമ്മു കാശ്മീർ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് അഥവാ നാട്ടുരാജ്യമായി മാറി. ഹരിസിംഗ് കാശ്മീരിലെ അവസാനത്തെ ഡോഗ്ര രാജാവായി വാഴുകയും അതിനുശേഷം ഇന്ത്യയോട് കാശ്മീരിനെ ചേർത്ത് വയ്ക്കുകയും ചെയ്തു. ഇങ്ങനെ കാശ്മീരിൻ്റെ ചരിത്രം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ഇൻഡിഗോ എയർലൈൻസിൻ്റെ വിമാനം
ശ്രീനഗർ എയർപോർട്ടിലേക്ക് താഴ്ന്ന് ഇറങ്ങി റൺവേയെ തൊട്ടുരസി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹര കാഴ്ചയാണ് നമുക്ക് എയർപോർട്ടിന് ചുറ്റും കാണാൻ സാധിക്കുക. മിലിറ്ററി ആധിപത്യമുള്ള ഒരു എയർപോർട്ട് കൂടിയാണ് ഈ ശ്രീനഗർ എയർപോർട്ട്. ഔദ്യോഗികമായി ഷെയ്ഖുൽ ആലം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഈ വിമാനത്താവളം അറിയപ്പെടുക. ശ്രീനഗർ നഗരമധ്യത്തിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ അകലെയാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ പ്രശസ്തനായ സൂഫി വര്യൻ ഷെയ്ഖ് നൂർ ഉദ്ദീൻ നുറാനി, അതായത് ഷെയ്ഖ് ഉൽ അലം എന്നവരുടെ പേരാണ് വിമാനത്താവളത്തിന് നൽകിയിരിക്കുന്നത്. ഇതൊരു സിവിൽ എൻക്ലേവ് വിമാനത്താവളമാണ്. അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ കീഴിലുള്ള ഈ വിമാനത്താവളത്തിലാണ് സിവിൽ വിമാനങ്ങളും സർവീസ് നടത്തുന്നത്. സൈനിക പ്രാധാന്യമുള്ള മേഖലയായതിനാൽ ഇന്ത്യയിലെ മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വളരെ കടുത്ത സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും. അതിനാൽ വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും ഈ വിമാനത്താവളത്തിൽ എത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ വിമാനത്താവളത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വിമാനത്താവളത്തിനുള്ളിൽ ബാഗേജൊക്കെ എടുത്ത് ഇപ്പോൾ നമ്മുടെ ബസ്സിനായി കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അതിമനോഹരമായ എയർപോർട്ടായതിനാൽ തന്നെ ഒത്തിരിയേറെ ആകാംക്ഷയോടും സന്തോഷത്തോടും കൂടിയാണ് സഹയാത്രികരൊക്കെ ഈ എയർപോർട്ടിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത്. ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടും മറ്റ് രാജ്യങ്ങളിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രീപെയ്ഡ് സിം ഇവിടെ അനുവദനീയമല്ലാത്തതുകൊണ്ടും സഹയാത്രികൾ മിക്കവരും ഇവിടെ നിന്നും ലോക്കൽ പ്രീപെയ്ഡ് ട്രാവലർ സിം സ്വന്തമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ സഹയാത്രികർ പ്രീപെയ്ഡ് സിം സ്വന്തമാക്കി വരുന്നതുവരെ ഈ എയർപോർട്ടിൻ്റെ വിവിധ കാഴ്ചകൾ കണ്ട് ഞാനും അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ എയർപോർട്ടിൻ്റെ അതിമനോഹരമായ വിവിധ സൗകര്യങ്ങളുടെ ചിത്രങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തി നിൽക്കുമ്പോൾ സഹയാത്രികർക്കൊപ്പം ഞാനും ഇവിടെ നിന്ന് വെൽക്കം ടു പാരഡൈസ് ഓൺ എർത്ത് എന്ന മനോഹരമായ ബോർഡിന് കീഴിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ അതിമനോഹരമായ ഫ്ലാഗാണ് നമ്മുടെ മുമ്പിലേക്ക് ആവരണം ചെയ്യപ്പെടുക. ഐ ലവ് കാശ്മീർ എന്നും ഐ ലവ് ഇന്ത്യ എന്നും എഴുതിയ വിവിധ ഫോട്ടോ പോയിന്റുകൾ നമുക്ക് മുമ്പിലേക്ക് അനാവരണം ചെയ്യുകയാണ്. ബസ്സിലേക്ക് കയറിയ ഉടനെ ശ്രീനഗറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്ത നമ്മുടെ ടൂർ കോർഡിനേറ്റർ ശ്രീ അരുൺ കെ നായർ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയും ഒരു നല്ല ടൂർ ആശംസിക്കുകയും ചെയ്തു. എല്ലാവർക്കും ശ്രീനഗറിലേക്ക് സ്വാഗതം. അതിനുശേഷം സഹയാത്രികർക്കൊപ്പം ഇപ്പോൾ നാം താമസിക്കാനിരിക്കുന്ന ഹോട്ടലിനെ ലക്ഷ്യമാക്കി ശ്രീനഗറിൻ്റെ രാജവീതിയിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ്. മനോഹരമായ കാഴ്ചകളാണ് എങ്ങും നമുക്ക് കാണാൻ സാധിക്കുക. ആന്തരിക യുദ്ധം കൊണ്ടും ഭീകരപ്രവർത്തനം കൊണ്ടും ഭീകരരുടെ നിരന്തരമായ സഹികെട്ട ഒരു ജനതയുടെ കഥയാണ് ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. നിരന്തരമായ ടെററിസ്റ്റ് അറ്റാക്കുകളും ഭീകരരുടെ തേർവാഴ്ചയും ഒക്കെ ഒത്തിരിയേറെ മലീമസമാക്കിയ ഒരു നാട്ടിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കാഴ്ചകൾ മനോഹരമാണെങ്കിലും ഈ നഗരത്തിൻ്റെ ചരിത്രം ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നതും ദുഃഖം പകരുന്നതും ഓർമ്മകളെ പീഡിപ്പിക്കുന്നതും ഒക്കെയാണ്. ഇങ്ങനെ ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുകൂടെ നാം താമസിക്കാനിരിക്കുന്ന ആഡ്ലൈവ് എന്ന ഹോട്ടലിനെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ വിവിധ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴും ഞാൻ ശ്രീനഗറിൻ്റെ അന്താരാഷ്ട്ര എയർപോർട്ടിനെ പറ്റിയും അതിൻ്റെ സൗകര്യങ്ങളെപ്പറ്റിയും ഒക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി, മുംബൈ, ചണ്ഡീഗഡ്, ജമ്മു തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് ഇവിടെ നിന്നും നേരിട്ട് വിമാന സർവീസുകളുണ്ട്.
ഒപ്പം ഹൈദരാബാദിലേക്കും. വിമാനത്താവളത്തിന് പുറത്ത് ടാക്സികൾ സുലഭമായി ലഭ്യമാണ്. കൂടാതെ നഗരത്തിലേക്ക് പോകാൻ ഷട്ടിൽ ബസ് സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ശ്രീനഗറിലെ പ്രധാനപ്പെട്ട എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇവിടെ നിന്നും ടാക്സി സർവീസുകൾ ലഭ്യമാണ്. ഇങ്ങനെ വിമാനത്താവളത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ബസ് അതിവേഗം നമ്മുടെ ഹോട്ടലിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബസ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ചിന്ത ഈ നാടിൻ്റെ കഴിഞ്ഞുപോയ ചരിത്രങ്ങളിലേക്ക് നീളുകയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ കാശ്മീർ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ പാകിസ്ഥാൻ ഗോത്രവർഗക്കാർ ആക്രമിച്ചതോടെ രാജാ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടുകയും ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ ഒപ്പിട്ട് ഇന്ത്യയുടെ ഭാഗമാവുകയും ചെയ്തു. അങ്ങനെയാണ് കാശ്മീർ ഇന്ത്യയുടെ ഒരു ഭാഗമായി തീർന്നത്. കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഈ നിയമം, അതായത് ആർട്ടിക്കിൾ 370, 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ സർക്കാർ റദ്ദാക്കുകയും ലഡാക്ക് എന്നിങ്ങനെ 2 പ്രദേശങ്ങളായി ഇത് മാറുകയും ചെയ്തു. ജമ്മു ഒരു സ്വതന്ത്ര രാജ്യമാവുകയും ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്തു. ഈ സംസ്ഥാനത്തിന് മുമ്പ് നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 പ്രത്യേക പദവിയാണ് ഈ സംസ്ഥാനത്തിന് നൽകിയിരുന്നത്. സ്വയംഭരണം ഒരു പരിധിവരെ ഇവിടെ സാധ്യമായിരുന്നു. വിദേശകാര്യം, പ്രതിരോധം, വാർത്താവിനിമയം എന്നിവയൊഴികെ ബാക്കി കാര്യങ്ങളിൽ സ്വന്തമായി നിയമം നിർമ്മിക്കാൻ കാശ്മീരിന് ആർട്ടിക്കിൾ 370 അധികാരം നൽകി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാശ്മീരിന് സ്വന്തമായി ഒരു ഭരണഘടനയും പതാകയും ഉണ്ടായിരുന്നു. നാഷണൽ കോൺഫറൻസ് നേതാവായ ഷെയ്ഖ് അബ്ദുള്ള കാശ്മീരിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവായി മാറുകയുണ്ടായി. ഇദ്ദേഹം സദർ ഇ റിയാസത്ത്, പിന്നീട് മുഖ്യമന്ത്രി പദവിക്ക് തുല്യം ആയി സേവനമനുഷ്ഠിച്ചു ദീർഘകാലം. പലപ്പോഴായി സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുകയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 1980കളുടെ അവസാനത്തിൽ തീവ്രവാദം ശക്തമായ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കി. 2019 ഓഗസ്റ്റ് 5 ഇന്ത്യൻ പാർലമെന്റ് ആർട്ടിക്കിൾ 370 റദ്ദാക്കി. ഇതോടെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാവുകയും ചെയ്തു. കാശ്മീർ പൂർണ്ണമായും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലായി. സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയുണ്ടായി. നിലവിൽ ജമ്മു കാശ്മീർ കേന്ദ്ര സർക്കാർ നേരിട്ട് ഉള്ള ഭരണമാണ് നടത്തുന്നത്, അതായത് ലഫ്റ്റനന്റ് ഗവർണർ വഴി. അടുത്തിടെ അവിടെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടികളും മണ്ഡല പുനർനിർണയവും ഒക്കെ നടക്കുകയുണ്ടായി. ഇങ്ങനെ ജമ്മു കാശ്മീരിൻ്റെ ഇന്നത്തെ സാഹചര്യത്തെപ്പറ്റിയും ഭരണഘടനാ പദവിയെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ് അതിവേഗം ആഡ്ലൈബ് ഹോട്ടലിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീനഗറിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഒത്തിരിയേറെ മനോഹരമായ ആകർഷണീയമായ സ്ഥലങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുന്നു. പ്രകൃതി ഭംഗി കൊണ്ട് ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കപ്പെടുന്ന ഇവിടെ സന്ദർശിക്കാൻ ഒട്ടനവധി സ്ഥലങ്ങളാണ് നമുക്കുള്ളത്. അതിൽ പ്രധാനമായത് ശ്രീനഗർ തന്നെയാണ്. ഭാഗമായ ശ്രീനഗർ തടാകങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും പ്രശസ്തവുമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തടാകമാണ് ദാൽ തടാകം അഥവാ ദാൽ ലേക്ക്. ഇവിടുത്തെ ഹൗസ് ബോട്ടുകളും ഷിക്കാര യാത്രയും സഞ്ചാരികളുടെ പ്രധാന ആകർഷണം കൂടിയാണ്. നിഷാദ് ബാഗ്, ഷാലിമാർ ബാഗ്, ചഷ്മ ഷാഹി എന്നിവ മുഗൾ ഭരണകാലത്തെ മനോഹരമായ പൂന്തോട്ടങ്ങളാണ്. തുലിപ് ഗാർഡൻ ഏഷ്യയിലെ ഏറ്റവും വലിയ
തുലിപ്പ് ഗാർഡൻ ഇവിടെയാണ്. സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സഞ്ചാരികൾക്കായി തുറക്കപ്പെടുന്ന മനോഹര ദൃശ്യമാണ് ലോകത്തെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗുൽമാർഗ് അഥവാ പൂക്കളുടെ പുൽമേട് എന്നറിയപ്പെടുന്ന ഗുൽമാർഗ്. സാഹസിക പ്രിയരുടെ പറുദീസ കൂടിയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമാണ് ഗൊണ്ടോള റൈഡ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള കേബിൾ കാറുകളിൽ ഒന്നുകൂടിയാണിത്. മഞ്ഞുകാലത്ത് സ്കീയിങ്ങിനും സ്നോബോർഡിങ്ങിനും പറ്റിയ മികച്ച ഇടം കൂടിയാണ് ഈ ഗുൽമാർഗ്. ലിഡർ നദിയുടെ തീരത്തുള്ള മനോഹരമായ ഗ്രാമമാണ് പഹൽഗാം. ഇത് സിനിമ ഷൂട്ടിങ്ങിന് പേരുകേട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ്. ഇവിടെയുള്ള മനോഹരമായ 2 വാലികളാണ് ബേതാബ് വാലിയും ആരു വാലിയും. പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ ഈ താഴ്വര ട്രെക്കിങ്ങിന് അനുയോജ്യമായ ഒന്നുകൂടിയാണ്. ഒത്തിരിയേറെ സിനിമകൾക്ക് ലൊക്കേഷനും ആയിട്ടുണ്ട് ഈ ബേതാബ് വാലി. ആരു വാലിയാണ് മറ്റൊരു മനോഹരമായ കാഴ്ച. മനോഹരമായ പുൽമേടുകളും പർവ്വതങ്ങളും നിറഞ്ഞ ശാന്തമായ ഒരു സ്ഥലം. ഈ സ്ഥലവും സിനിമ ഷൂട്ടിംഗുകാരുടെ ഒരു പ്രധാന ആകർഷണവും ലക്ഷ്യവുമാണ്. ഒത്തിരിയേറെ സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോനാമാർഗ് അതായത് സ്വർണത്തിൻ്റെ പുൽമേട് എന്ന അറിയപ്പെടുന്ന ഇവിടം ട്രെക്കിങ്ങിന് പ്രശസ്തമാണ്. താജിവാസ് ഗ്ലേസിയർ വേനൽക്കാലത്തും ഇവിടെ മഞ്ഞ് കാണാൻ സാധിക്കുന്ന ഒരിടമാണ്. മൗണ്ടൻ ട്രെക്കിങ്ങിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ ഗ്ലേസിയർ. വിഷ്ണൻസർ തടാകം പോലുള്ള ഉയർന്ന മലനിരകളിലെ തടാകങ്ങളിലേക്കുള്ള യാത്ര ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. ജമ്മു ക്ഷേത്രങ്ങളുടെ ഒരു നഗരി കൂടിയാണ്. ഇവിടുത്തെ പ്രധാന ക്ഷേത്രം വൈഷ്ണോദേവി ക്ഷേത്രമാണ്. കാത്രയിലുള്ള ഈ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം ലക്ഷക്കണക്കിന് ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്, ഒപ്പം യാത്രികരെയും. ജമ്മു നഗരത്തിലെ പുരാതനമായ ഒരു കോട്ടയും അതിനോട് ചേർന്നുള്ള പൂന്തോട്ടവുമാണ് ബഹു ഫോർട്ട്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ ഒക്കെ കണ്ടുകൊണ്ട് നാം ബസ്സിലൂടെ സഞ്ചരിക്കുമ്പോൾ മാർച്ച് മുതൽ ജൂൺ വരെ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ നദിയാണ് ഇവിടെ ഝലം നദി എന്ന് പറഞ്ഞിട്ട്. ഝലം കേട്ടിട്ടില്ലേ? ശരിക്കും പറയാൻ ഗുരുവാർന്ന നമ്മുടെ തടാകത്തിൽ നിന്ന് വന്നിട്ട് നേരെ പാകിസ്ഥാനിലേക്കാണ് ഈ നദി പോകുന്നത്. ഇവിടുത്തെ അതായത് കാശ്മീരിന്റെ ജീവനാഡിയാണ് ഈ ഝലം നദി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജലം നദിയാണ് നമ്മളിപ്പോ കുറച്ച് കഴിയുമ്പോൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് അതും കാണാം. ഈ പോകുന്ന വഴിക്കുള്ള മെയിൻ അട്രാക്ഷൻ ഈ ജലം നദി തന്നെയാണ്. അപ്പൊ നമ്മൾ ജലം നദി വഴിയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായ ഒരു നാട്ടിലൂടെയാണ് നാം ഇപ്പോൾ ബസ്സിൽ നമ്മുടെ ഹോട്ടലിനെ ലക്ഷ്യമാക്കി ഈ നഗരത്തിൻ്റെ പ്രധാന കാഴ്ചകൾ കണ്ടും ഇവിടുത്തെ ഭംഗി നിറഞ്ഞ നിർമ്മിതികളും മറ്റ് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് യാത്ര തുടരുന്നത്. ഇനിയും നമുക്ക് മുൻപിലേക്ക് അനാവരണം ചെയ്യപ്പെടാൻ ഒത്തിരിയേറെ മനോഹരമായ കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളെയൊക്കെ മനസ്സിൽ ഓരോന്നായി തിട്ടപ്പെടുത്തിക്കൊണ്ട് കാണാനിരിക്കുന്ന വിസ്മയങ്ങളിലേക്ക് നാം യാത്ര തുടരുകയാണ്.